നമുക്ക് കണ്ണുപിടിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വത്സലമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗ നല്ല പിതാവേ, യേശുവേ കർത്താവിന്റെ ദൈവമേ, ഞങ്ങളുടെ ദിവസം നന്നൊക്കെ നന്ദി അപ്പാ. ഞങ്ങളുടെ ഒരുമിച്ച് കർത്താവേ നീ ആരാധന കൂടുതൽ സഹായിച്ചതൊക്കെ നന്ദി അപ്പാ. ദൈവം ഞങ്ങളുടെ ദൈവം നടത്തിയ ആരാധന ദൈവമേ നല്ല കർത്താവേ, ആരാധന എടുക്കാൻ ദൈവത്തിൻ്റെ അവസരം ദൈവത്തെ നമ്മുടെ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ് ദൈവവചനം പറയുവാൻ അടിയൻ അവസരം തന്ന ദൈവത്തെ നമ്മുടെ വാഴ്ത്തുന്ന കർത്താവേ ഇങ്ങനെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ പരിശുദ്ധമായ കൃപ ദൈവമേ ചൊല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും കാത്തോളിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ അച്ഛനോട് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എല്ലാ ദൈവമേ പ്രാർത്ഥിക്കുന്നു. യാത്ര വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിനാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിനാമ വാഴ്ത്തപ്പെടുന്നതാകട്ടെ. എനിക്കിന്ന് ഈ 4ാമത്തെ ഞായറാഴ്ച ആരാധന ദൈവത്തിന് പറയാനും അവസരം തന്ന അച്ഛനോടും കമ്പനിക്കാരോട് നന്ദി സ്നേഹിച്ച് വന്നിരിക്കുന്നു. എൻ്റെ ഇത് ഇവിടുത്തെ അവസാനത്തെ ഞാൻ പുതിയൊരു പള്ളിയിലേക്ക് പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ പോവാണ്. അപ്പം ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് സെക്രട്ടേറിയറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. അച്ഛനും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കമ്മിറ്റിക്കാരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് ദൈവചന്തി കേൾക്കാം. ഇന്ന് അതിലേക്ക് തന്നിരിക്കുന്ന ഒരു ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ സഹയാത്രികൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ സഹയാത്രികൻ എന്നാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു യാത്രയാണ്. പലപ്പോഴും ഒരു യാത്രയാണ്. സന്തോഷത്തോടെയുള്ള യാത്രയായിരിക്കും, വലിയ ഭാരം ഉള്ള യാത്രയായിരിക്കും. പക്ഷേ ഇതില് എമ്മാവൂസിലേക്ക് നടന്ന ശിഷ്യന്മാരൊപ്പം നമ്മുടെ കർത്താവ്, ഉയർത്തെഴുന്ന കർത്താവ് അവരുടെ കൂടെ നടന്ന് കുറച്ച് കാര്യങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിന്തിക്കാൻ പോകുന്നത് പരാജയബോധത്തിന്റെ യാത്ര. പരാജയബോധത്തിന്റെ യാത്ര നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസ് 24-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നത് എമ്മാവൂസിലേക്ക് ശിഷ്യന്മാരുടെ ഹൃദയം ഭാരപ്പെട്ടിരുന്നു. അതായത് എമ്മാവൂസ് എന്ന് വെച്ചാൽ തകർച്ചയിലേക്ക് പോകുന്ന വഴിയാണ്. 2 ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ 2 ശിഷ്യന്മാര് യാത്രയായിരുന്നു. അപ്പം അവിടെ എമ്മാവൂസ് എന്ന് പറഞ്ഞാൽ തകർച്ചയിലേക്ക് നടക്കുന്ന യാത്രയാണ്. അവിടെ അവരുടെ ഹൃദയം ഭാരപ്പെട്ടിരുന്നു. അതായത് അവർ പരസ്പരം സംസാരിച്ച് നടന്ന് എന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ യേശു കർത്താവായ യേശു ക്രിസ്തു മരണം, അത് പ്രതീക്ഷകളുടെ തകർച്ച, അവർ അത് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞൊരു വാചകമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന പ്രത്യാശ വെച്ചിരിക്കുന്നു. അതിവിടെ പലപ്പോഴും നമ്മളും എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥന ഓരോ കാര്യം നടന്നില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചാലും നമ്മൾ പറയും പ്രത്യാശ വെച്ചിരുന്നു, പക്ഷേ നമുക്ക് ഒന്നുമില്ല. നമ്മൾ എപ്പോഴും ഒരു പാസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഭൂതകാലത്തിൽ ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. അവിടെ 1 പത്രോസ് അതിന്റെ 5-ാം വാക്യം അതിന്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നു. ഒന്ന് വായിക്കാം. 1 പത്രോസ് 5:6-7. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ വിട്ടുകൊള്ളുവിൻ.
ഇവിടെ കർത്താവ് പറയുന്നത് ഉള്ളവർക്ക് കൃപ നൽകുന്നു. താഴെയുള്ളവർക്ക് കൃപ നൽകുന്നു. എനിക്ക് ഇനി നമ്മുടെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ താഴെയുള്ളവനായി അവരുടെ ബലമുള്ള കൈക്കീഴ് താണിരിക്കും എന്നാണ് കർത്താവ് നമ്മൾ അതായത് ദൈവം. എന്നാൽ ദൈവം തക്ക സമയത്ത് അവൻ നമ്മൾക്ക് ഉത്തരം തരണം. തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തും. നമ്മുടെ സകല ചിന്താകുലങ്ങളും ദൈവത്തിന്റെ കയ്യിൽ അല്ല ഏൽപ്പിക്കാൻ പറഞ്ഞത്. ദൈവത്തിന്റെ കയ്യിലാണ് ഏൽപ്പിക്കാൻ പറഞ്ഞത്. ദൈവത്തിന്റെ മനുഷ്യന്റെ കയ്യിലല്ല ഏൽപ്പിക്കാൻ പറഞ്ഞത്. നമ്മൾ സർവശക്തനായ ഉലകത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ സകല ചിന്താകുലങ്ങളും ഏറ്റുകൊള്ളാൻ പറയുന്നത്. അതായത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ നോക്കും, നമ്മളെ കരുതുന്ന, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന, ഒരിക്കലും നമ്മളെ കൈവിടാത്ത ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതാണ് ദൈവം നമ്മൾ നരയ്ക്കുവോളം നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. അപ്പം രണ്ടാമത്തെ എന്ന് പോയെന്ന് വെച്ചാൽ തിരിച്ചറിയാത്ത സഹയാത്രികൻ. അതായത് വിശുദ്ധ ലൂക്കോസ് 24-ാമത്തെ അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കാം. വിശുദ്ധ ലൂക്കോസ് സംസാരിച്ചും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചേർന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വേണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഈ വാക്യത്തിൽ ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ്. സങ്കടപ്പെട്ട് നടക്കുമ്പോൾ അവരുടെ അരികിൽ സർവശക്തനായ യേശു കടന്നു വന്നു. അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ അവരോട് യേശു ചോദിച്ചു, നടക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് കർത്താവ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ദൈവം നമ്മുടെ സകല സങ്കടങ്ങളും പരാതികളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്. അത് അവരുടെ സങ്കടങ്ങളെല്ലാം പറയുമ്പോൾ യേശു ശാസിച്ചില്ല. മറിച്ച് അവരുടെ സങ്കടം കേൾക്കാൻ, സങ്കടം പങ്കുവെക്കാൻ അവസരം കർത്താവ് യേശു നൽകി. അപ്പോൾ വചനത്തിലൂടെ ഒരു വെളിച്ചം എന്ന് പറയുന്നത് അവർ സംസാരിച്ച് തീർക്കുന്ന യേശുവിന്റെ വചനം പഠിപ്പിച്ചു. അത് നമ്മുടെ സകല ജീവിതത്തിൽ ഉള്ള ഇരുണ്ട വഴികളിൽ പ്രകാശം നൽകുന്നത് നമ്മുടെ ദൈവവചനമാണ്. അതാണ് ഞാൻ പറയും, നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരം തരുന്ന നമ്മുടെ സർവശക്തനായ യേശു എപ്പോഴും തയ്യാറാണ്. അത് നമ്മളിവിടെ അവരെ നമ്മുടെ കൂടെ നടക്കാൻ അനുവദിക്കണം എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ വിജയത്തിന് ഒരു സാധ്യതയുമില്ല എന്ന് കാണുന്നില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നതാണ്. നമ്മുടെ സർവശക്തനായ ദൈവം ഒരു ആണെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കാം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. അവിടെ പറയുന്നു, തളർന്നു കിടന്ന ഒരു മനുഷ്യനോട് കർത്താവ്, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അതുപോലെ ഒരു മെഡിക്കൽ സയൻസിൽ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് കർത്താവ് യേശു ക്രിസ്തു ചെയ്യുന്നത്. അതായത് യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ 6-7 വാക്യങ്ങളിൽ വായിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. ഇവിടെ പറയുന്നു, ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് നിലത്ത് തുപ്പി മണ്ണ് കൊണ്ട് ചെളി ഉണ്ടാക്കി, ആ ചെളി കൊണ്ട് തന്നെ കുരുടന്റെ കണ്ണിൽ പുരട്ടി അവനോട്, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ശീലോഹം കുളം എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. അതപ്പോൾ ആ മനുഷ്യൻ അത് കേട്ടനുസരിച്ച് പോയി കഴുകി കണ്ണിന് കാഴ്ചയുള്ളവനായി അടങ്ങി വന്നു.
ദൈവങ്ങളെ നമ്മൾ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തെ നമ്മൾ പുറകെ പിടിച്ചാൽ അവൻ നമ്മളെ നടത്തും. ഹല്ലേലൂയ. 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 ഇപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹൃദയത്തിലെ ജ്വാല. ഹൃദയത്തിലെ ജ്വാല അത് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം 28-ാം വാക്യം. അവൻ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നത് യാത്രയുടെ അവസാനമാണ്. യാത്രയുടെ അവസാനം അവർ യേശുവിനെ തങ്ങളോടൊപ്പം താമസിക്കാൻ നിർബന്ധിച്ചു. അവർക്ക് ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അപ്പം തുറക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞത് ശ്രദ്ധിക്കുക, വഴിയിൽ വെച്ച് അവൻ നമ്മോട് ചോദിക്കാതിരിക്കലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ സഹയാത്രികൻ സാന്നിധ്യത്തിൽ പറയുമ്പോൾ യേശുവിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അസാധ്യമായ പലതും സാധ്യമാക്കുന്ന നമ്മുടെ കർത്താവാണ് നമ്മുടെ യേശു ക്രിസ്തു. എമൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്, അതായത് തകർച്ചയിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപ്പോൾ മനസ്സിലായി അത് ഞങ്ങളുടെ കൂടെ നടന്നത് നമ്മുടെ ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ യേശുവാണെന്ന് ശിഷ്യന്മാർക്ക് തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ യാത്രയുടെ മാറ്റം വരുത്തി. അതായത് അവര് എമൗസിലേക്ക് കടക്കുമ്പോൾ എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം അവർ തിരിച്ച് യെരൂശലേമിലേക്ക് ദൈവസന്നിധിയിലേക്ക് തിരിച്ചോടി എന്നതാണ് കർത്താവ് കൂടെ ഉള്ളപ്പോൾ സംഭവിക്കുന്ന മാറ്റമാണ് അവർക്കുണ്ടായത്. അതുപോലെ സങ്കീർത്തനം 121 സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അപ്പോൾ ഇത് പറയുന്നത് ശിഷ്യന്മാർ എമോസിലേക്ക് നടന്ന ശിഷ്യന്മാരുടെ കൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നടന്നതുപോലെ നമ്മുടെ യാത്രയിലും നമ്മുടെ ദൈവം കൂടെയുണ്ട്. 170 സങ്കീർത്തനത്തിൽ പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത് യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഗമനം എന്ന് പറഞ്ഞാല് പോകുക. ഗമനം എന്ന് വെച്ചാൽ നമ്മുടെ പോക്കിലും വരത്തിലും ദൈവം ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ചങ്കാരം കാണാനോണ്ട് ചങ്കിനകത്തൊരു നോവുണ്ട് ആരാരും കാണാനോണ്ട് സങ്കടം കേൾപ്പാൻ നീ വരൂ കർത്താവേ എന്നെ സങ്കടം കേൾപ്പാൻ നീ വരൂ കർത്താവേ ചങ്കിനകത്തൊരു നോവുണ്ടേ അവരാരും കാണാനോണ്ടേ. ഞങ്ങളെ ദിവസമായി സ്നേഹിക്കുന്ന സ്നേഹിത പിതാവേ, കർത്താവിനെ മനോഹരമായ ആരാധന കൊണ്ടുപോകാനും കർത്താവെ ദൈവസം പറയാനും അടിയന്തര ദൈവം വാഴ്ത്തുന്നു. കർത്താവെ ഞങ്ങളുടെ സകല ഭാരങ്ങളും ദൈവമേ നോവുകളെല്ലാം നിങ്ങൾ അറിയാലോ. കർത്താവെ ഞങ്ങളുടെ സഹയാത്രയിൽ കർത്താവെ കൊണ്ടുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവങ്ങളെയും കരങ്ങൾ ഒരുക്കിക്കൂടി കർത്താവെ കരങ്ങൾ ദൈവമേ സമർപ്പിച്ച് പ്രാർത്ഥന നന്ദിയോടെ വാഴ്ത്തുന്നു, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.